Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നവകേരള തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള ആശയങ്ങളും പങ്കുവെക്കാനുള്ള LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് തിങ്കളാഴ്ച പയ്യന്നൂരിൽ സ്വീകരണം നൽകും. സെൻട്രൽ ബസാറിൽ നിന്ന് സ്വീകരണ കേന്ദ്രമായ പോലീസ് മൈതാനിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജാഥ ആനയിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ ഫെബ്രുവരി 1 ജാഥ മഞ്ചേശ്വരത്ത് നിന്ന് പര്യടനമായി കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്തത്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദ മാസ്റ്റർ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥയുടെ ലീഡർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ ജാഥയിൽ അംഗങ്ങളായി പര്യടനത്തിന് എത്തിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നവകേരള തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള ആശയങ്ങളും പങ്കുവയ്ക്കാനുള്ള LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് തിങ്കളാഴ്ച പയ്യന്നൂരിൽ സ്വീകരണം നൽകും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയെ ഫെബ്രുവരി 2 വൈകിട്ട് 4:30 ജില്ലാതിർത്തിയായ കാലിക്കടവിൽ LDF നേതാക്കൾ സ്വീകരിക്കും. തുടർന്ന് ബൈക്കുകളുടെ അകമ്പടിയോടെ പയ്യന്നൂരിലേക്ക് വരവേൽക്കും. സെൻട്രൽ ബസാറിൽ നിന്ന് സ്വീകരണ കേന്ദ്രമായ പോലീസ് മൈതാനിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജാഥയെ സ്വീകരിക്കും. സ്വീകരണ കേന്ദ്രത്തിൽ 10,000 പേരെ പങ്കെടുപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ TI മധുസൂദനൻ MLA, P സന്തോഷ്, P ശശിധരൻ, KV ബാബു, V ബാലൻ, P ജയൻ, K ഹരിഹർകുമാർ, PV ദാസൻ, ഇക്ബാൽ പോപ്പുലർ, PU മനോഹരൻ, KK ഗംഗാധരൻ, OT സുജേഷ്, ഡെന്നി കാവാലം, അസൈനാർ അരവഞ്ചാൽ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നവകേരള തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള ആശയങ്ങളും പങ്കുവെക്കാനുള്ള LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് തിങ്കളാഴ്ച പയ്യന്നൂരിൽ സ്വീകരണം നൽകും. LDF ജാഥയുടെ വരവറിയിച്ച് നേതാക്കൾ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും നവകേരള തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള ആശയങ്ങളും പങ്കുവെക്കാനുള്ള LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് തിങ്കളാഴ്ച പയ്യന്നൂരിൽ സ്വീകരണം നൽകും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയെ ഫെബ്രുവരി 2 വൈകിട്ട് 4:30 ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ LDF നേതാക്കൾ സ്വീകരിക്കും. തുടർന്ന് ബൈക്കുകളുടെ അകമ്പടിയോടെ പയ്യന്നൂരിലേക്ക് വരവേൽക്കും. ജാഥയുടെ പ്രചരണാർത്ഥം TI മധുസൂദനൻ MLA, പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, വൈസ് ചെയർപേഴ്സൺ P ശ്യാമള, KV ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ LDF നേതാക്കളും പ്രവർത്തകരും ടൗണിലെ സ്ഥാപനങ്ങളിലെത്തി സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ക്ഷണിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനിയിൽ വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. വ്യവസായ പാർക്കിനുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു. ചീമേനിയിൽ വ്യവസായ പാർക്കിനുള്ള നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു. കേരള സംസ്ഥാന IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ കൈവശമുള്ള 100 ഏക്കർ ഭൂമി കിൻഫ്രയ്ക്ക് നൽകാൻ റവന്യൂ വകുപ്പിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. IT പാർക്ക് എന്ന നിലയിലാണ് ചീമേനിയിൽ ഭൂമി ഏറ്റെടുത്തത്. IT വകുപ്പ് മുൻകൈയെടുത്ത് 50,000 ചതുരശ്ര അടിയുള്ള കെട്ടിടത്തിന് അസ്ഥിവാരം, ചുറ്റുമതിൽ എന്നിവ തീർത്തിരുന്നു. 2016 വന്ന പിണറായി സർക്കാർ ജില്ലകൾ തോറും IT പാർക്ക് പ്രായോഗികമല്ലെന്ന് കണ്ടെത്തിയപ്പോഴാണ് മണ്ഡലം MLA M രാജഗോപാലൻ വ്യവസായ പാർക്ക് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഈ സ്ഥലത്ത് വ്യവസായ പാർക്ക് അനുവദിക്കാൻ MLA നിയമസഭയിലും മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രിമാർക്കും കത്ത് നൽകുകയും ചെയ്തു.
ഇതിന്റെ ഭാഗമായാണ് വ്യവസായ പാർക്ക് പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി ചീമേനിയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി പേർക്ക് തൊഴിൽ സാധ്യത ഉറപ്പാകും. വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി MLA നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി, വ്യവസായ IT വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ചേർന്ന് പദ്ധതി നടപ്പിലാക്കാൻ ധാരണയാവുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് മന്ത്രിസഭാ യോഗം ചേർന്ന് സ്ഥലം കൈമാറ്റം നടത്തുന്നതിന് റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. അതിയടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് ഭക്തജന തിരക്കേറി. 13 സംവത്സരത്തിന് ശേഷമാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. ഫെബ്രുവരി 2 ഉച്ചയ്ക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. സംവത്സരങ്ങൾക്കു ശേഷമാണ് അതിയടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത്. വെള്ളിയാഴ്ച മാടായിക്കാവിൽ നിന്ന് തൊഴുതുവരവോടുകൂടിയാണ് കളിയാട്ടത്തിന് തുടക്കമായത്. വെള്ളിയാഴ്ച കളിയാട്ടത്തിന്റെ ഭാഗമായി വെള്ളോല കുടവെപ്പ്, കളിയാട്ടം തിടങ്ങൽ, ഉച്ചത്തോറ്റം, നെയ്യാട്ടം, കുഴിയെടുപ്പിൽ തീപൂട്ടൽ, പുലിയൂർ കണ്ണൻ വെള്ളാട്ടം തുടങ്ങിയവ നടന്നു. ശനിയാഴ്ച പുലിയൂർ കണ്ണൻ, നരമ്പിൽ ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി, കുറത്തിയമ്മ തുടങ്ങിയ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച കൊല്ലം കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന ശാകുന്തളം നാടകം അരങ്ങേറി. ഞായറാഴ്ച സിനിമാ പിന്നണി ഗായകൻ ബിജു നാരായണൻ, ഗായിക ദുർഗ വിശ്വനാഥ് തുടങ്ങിയവർ നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റും നടക്കും. ഫെബ്രുവരി 2 ഉച്ചയ്ക്ക് 1:30 മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണിയാംകുന്ന് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സന്ധ്യ സംഘടിപ്പിച്ചു. ഡോക്ടർ എം ബാലൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കണിയാൻകുന്ന് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണിയാൻകുന്നിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധി സ്മൃതി സന്ധ്യ സംഘടിപ്പിച്ചു. ഗാന്ധി ദർശനങ്ങളും ഇന്നത്തെ ഇന്ത്യയും എന്ന വിഷയത്തിൽ ഡോക്ടർ എം ബാലൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷെ ഗാന്ധിജിയെ മനസ്സിലാക്കാൻ ഗാന്ധിജി എഴുതിയ ഒരുപാട് ആളാണ്. 99 വോളിയങ്ങൾ ഗാന്ധി സാഹിത്യം. 99 വോളിയം എന്ന് പറഞ്ഞ ഒരു വലിയ ഷെൽഫ് നിറയെ ഗാന്ധി എഴുതിയ പുസ്തകങ്ങൾ. ഏകദേശം 1.5 ലക്ഷത്തിലധികം പേജുകൾ എഴുതിയ ആളാണ് ഗാന്ധി. ആലോചിച്ച് നോക്കണം. എത്രയോ സമരങ്ങൾ നടത്തുകയും എല്ലാ സമരമുഖത്തും സജീവ സാന്നിധ്യമായി നിൽക്കുകയും ഒരു മനുഷ്യന്റെ സമസ്ത ജീവിത മേഖലകളെയും സ്വന്തം ജീവിതം കൊണ്ട് തൊടുകയും ചെയ്ത ആളാണ് ഗാന്ധി. പി അച്യുതൻ സ്വാഗതം പറഞ്ഞു. TP ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷനായി. KP രാജു, P ഗോവിന്ദൻ, P ഗോപാലകൃഷ്ണൻ, പ്രദീപ് കുമാർ, P അച്യുതൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വൈക്കോലിന് ആവശ്യക്കാരില്ലാത്തത് നെൽ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. പശു വളർത്തൽ കുറഞ്ഞതും ചോളത്തണ്ടും മറ്റും സുലഭമായി ലഭിക്കുന്നതുമാണ് വൈക്കോലിന്റെ ഡിമാൻഡിന് കുറയാൻ കാരണം. വൈക്കോലിന് ആവശ്യക്കാരില്ലാത്തത് നെൽകർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. കന്നുകാലി വളർത്തൽ കുറഞ്ഞതോടെയാണ് പാടങ്ങളിൽ വൈക്കോലിന് ഡിമാൻഡ് ഇല്ലാതായത്. മുൻകാലങ്ങളിൽ കൊയ്ത്ത് കഴിയുമ്പോഴേക്കും ക്ഷീരകർഷകർ വയലിലെത്തി വൈക്കോൽ വാങ്ങിപ്പോകുമായിരുന്നു. കഷ്ടപ്പാടിന് ആനുപാതികമായി പാലിന് വില ലഭിക്കാത്തതു കാരണം പലരും ഈ മേഖല വിട്ടൊഴിഞ്ഞു. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പശുക്കളെ വളർത്തുന്നവർ നാട്ടിൻപുറങ്ങളിൽ തന്നെ അപൂർവമാണ്. ഫാമുകൾ നടത്തുന്നവർക്ക് സ്വന്തമായി പുൽകൃഷിയുള്ളതും ചോളത്തണ്ടിന്റെ ലഭ്യതയും വൈക്കോലിന്റെ ഡിമാൻഡ് ഇല്ലാതാക്കി. നമ്മളിപ്പോൾ മൂർന്ന് കഴിഞ്ഞ പുല്ലെല്ലാം ഇനിയിപ്പോൾ കൊടുക്കണമെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ നമ്മളെ ഈ നാട്ടിൽ പശുക്കൾ ഒരുപാട് വളർത്തുന്ന കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ അതിലെല്ലാം പോയി ഒരു ചെറിയ ആൾക്കാർ മാത്രമേ ഇപ്പോൾ പശുവിനെ
വളർത്തുന്നുള്ളൂ. അവരെന്നെ സ്വന്തം അരിഞ്ഞു കൊണ്ടുപോകലാണ്. ഇപ്പോൾ ഫാമുകളാണ് കൊണ്ടുപോകുന്നത്. അവർ വില കുറച്ച് കിട്ടാൻ വേണ്ടി പരമാവധി കർഷകർക്ക് ഒന്നും കൊടുക്കാതെ തരത്തില്ല. ചെറിയ നാമമാത്രമായ പൈസ കൊടുത്ത് അവർ സാധനം വാങ്ങി അവർ സ്റ്റോക്ക് ചെയ്ത് അവർ വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് ഉള്ളത്. അത് വളരെ കർഷകർക്ക് കൂടുതൽ വിഷമമുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അത് എൻ്റെ ഒരു അഭിപ്രായ നിലയിൽ ഈ പാൽ സൊസൈറ്റികളെല്ലാം ഈ ഇങ്ങനത്തെ പുല്ലുകെട്ടുകളെല്ലാം വാങ്ങി സൂക്ഷിച്ച് അത് കർഷകർക്ക് വീണ്ടും ആവശ്യക്കാർക്ക് അന്നേരം കൊടുക്കാനുള്ളൊരു സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ഈ കർഷകർക്ക് ഒരു വലിയൊരു ഗുണമായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഒരേക്കറിൽ നിന്ന് ഏകദേശം 90 റോൾ വൈക്കോൽ ലഭിക്കും. ഇപ്പോൾ റോളിന് 180 മുതൽ 200 രൂപയാണ് വില. ക്ഷീരസംഘങ്ങൾ വൈക്കോൽ വാങ്ങിയാൽ ഇരു കൂട്ടർക്കും പ്രയോജനപ്പെടുമെന്നാണ് കർഷകർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തദ്ദേശീയരായ ഫുട്ബോൾ കളിക്കാർക്ക് കൂടുതൽ അവസരവും നേട്ടങ്ങളും കൈവരിക്കാൻ വഴി തുറക്കുക എന്ന ലക്ഷ്യമിട്ട് തൃക്കരിപ്പൂർ ആക്മി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലാതല സായാഹ്ന ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ദേശീയ തലങ്ങളിൽ നിരവധി കളിക്കാരെ സംഭാവന ചെയ്യുന്നതിലും സംസ്ഥാനതല അംഗീകൃത ഫുട്ബോൾ സംഘാടനത്തിലും ശ്രദ്ധ നേടിയ അരനൂറ്റാണ്ട് പിന്നിട്ട തൃക്കരിപ്പൂർ ആക്മി ക്ലബ് നേതൃത്വത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രാദേശിക കളിക്കാർക്ക് മുൻഗണന നൽകുന്ന ടൂർണമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ താരങ്ങളെ നമ്മുടെ ഈ തൃക്കരിപ്പൂർ മണ്ണിൽ നിന്നും വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ദേശീയ തലങ്ങളിലും അന്തർദേശീയ തലങ്ങളിലേക്കും നമ്മുടെ ഈ മണ്ണിൽ നിന്നും ഒരുപാട് ഫുട്ബോൾ താരങ്ങളെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആക്മി ക്ലബ് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ്, ക്ലബ് സെക്രട്ടറി C ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ AFC ബീരിച്ചേരി ഇടയിലേക്കാട് റെഡ് സ്റ്റാർ ക്ലബിനെ ടൈ ബ്രേക്കറിലൂടെ പരാജയപ്പെടുത്തി. ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന മത്സരത്തിൽ പയ്യന്നൂർ പുഞ്ചക്കാട് FCയെ തൃക്കരിപ്പൂർ പെന്റ് ഇന്റർനാഷണൽ ടീം നേരിടും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രമുഖരായ 16 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. വിജയികൾക്ക് 1.5 ലക്ഷം രൂപയാണ് സമ്മാനമായി നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ CMI കിഡ്സ് സ്കോളർഷിപ്പിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിജയം നേടാൻ വിജയവീതി തീവ്ര പരിശീലന ക്ലാസ് നടന്നുവരികയാണ്. ഇതിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്കുള്ള ശില്പശാല പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് RK സുധാമണി അധ്യക്ഷയായി. രവീന്ദ്രൻ മാസ്റ്റർ, വരുൺ ചന്ദ്രൻ, VV പ്രദീപൻ, സജിനി K, ശൈലജ K തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. രാജേഷ് കടന്നപ്പള്ളി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. സമഗ്ര ഗുണമേന്മ വായനയിലൂടെ എന്ന ലക്ഷ്യം മുൻനിർത്തി പയ്യന്നൂർ AKS GVHSSൽ വാർത്താലോകം മെഗാ ക്വിസ് മത്സരം നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും TI മധുസൂദനൻ MLA നിർവഹിച്ചു. സമഗ്ര ഗുണമേന്മ വായനയിലൂടെ എന്ന ലക്ഷ്യം മുൻനിർത്തി പയ്യന്നൂർ AKS GVHSSൽ ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ ആരംഭിച്ച മാധ്യമ ക്വിസിന്റെ അവസാനഘട്ട മത്സരം വാർത്താലോകം മെഗാ ക്വിസ് സ്കൂളിൽ നടന്നു. TI മധുസൂദനൻ MLA പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. സുനിതാ വില്യംസ് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ എന്തിനാണ് ദേശത്തിന്റെ പേര്, ജാതിയുടെ പേര്, മതത്തിന്റെ പേര്, നിറത്തിന്റെ പേര്, വംശീയതയുടെ പേര് നമ്മൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധം നടത്തുന്നത്? ഞാൻ ആ ബഹിരാകാശത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഗ്രഹമായിട്ട് ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. അവിടെ എല്ലാം ഒരേ നിറമാണ്, അതിനെല്ലാം ഒരേ ഭാവമാണ്. എന്ത് വ്യത്യസ്തതകളാണ് തമ്മിൽ വേർതിരിക്കുന്നതായിട്ടുള്ളത്? സുനിതാ വില്യംസ് ലോകത്തോട് പറയുന്നത് എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു സന്ദേശം. തളിപ്പറമ്പ് വിദ്യാഭ്യാസ ഓഫീസർ വന്ദന S വിശിഷ്ടാതിഥിയായി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. ഇതുവരെയുള്ള ക്വിസ് മത്സരങ്ങൾ നിയന്ത്രിച്ച ക്വിസ് മാസ്റ്റർമാർക്കും മെഗാ ക്വിസ് നടത്തിയ സന്തോഷ് കരിവെള്ളൂരിനും
നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ സ്കൂളിലെ അധ്യാപകരായ സുരേഷ് അന്നൂർ, സതീശൻ KC എന്നിവരെയും വാർഡ് കൗൺസിലർ PK ദിനൂപ് ആദരിച്ചു. ഹെഡ്മിസ്റ്റർ ശ്രീലത K, പ്രിൻസിപ്പൽമാരായ രേഖ M, ബിന്ദു CK, PTA പ്രസിഡന്റ് ശശീന്ദ്രൻ K, പയ്യന്നൂർ BPO വിനോദ്കുമാർ PV, AEO സുചിത്ര K, വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, മദർ PTA പ്രസിഡന്റ് സജിന പ്രിയേഷ്, റോട്ടറി ഹെറിറ്റേജ് സിറ്റി പയ്യന്നൂർ സെക്രട്ടറി വിജിത്ത്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി VP കൃഷ്ണ പൊതുവാൾ, മദർ PTA അംഗം സതി ദേവി, SMC അംഗം ഷീജ KV, താഹിറ KP, സ്നേഹവല്ലി V, ജീജ RP, പ്രസീത കൊക്കോട്ട തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം രാഘവപുരം ക്ഷേത്രം ഹനുമാനമ്പലം മഹോത്സവം ഫെബ്രുവരി 3 മുതൽ 10 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതാഴം രാഘവപുരം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവം ഫെബ്രുവരി 3 മുതൽ 10 വരെ നടക്കും. ഫെബ്രുവരി 2-ന് ശുദ്ധികർമ്മങ്ങൾ, 3-ന് രാവിലെ വലിയ ബലിക്കൽ പ്രതിഷ്ഠാ കർമ്മം, സന്ധ്യയ്ക്ക് 7 മണിക്ക് ആചാര്യവരണം. തുടർന്ന് തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ കരുമാരത്തിലെത്ത വാസുദേവൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കും. 7:30-ന് ആധ്യാത്മിക സദസ് മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ PK മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. 4 മുതൽ 9 വരെ ദിവസവും വൈകിട്ട് 5 മണിക്ക് പഞ്ചവാദ്യത്തോടും ഗജവീരന്മാരുടെ അകമ്പടിയോടും കൂടിയ കാഴ്ചശീവേലിയും തുടർന്ന് തിടമ്പുനൃത്തവും ഉണ്ടാകും. ഫെബ്രുവരി 4-ന് 8:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 5-ന് രാത്രി 8:30-ന് വാരണക്കോട് കഥകളി പുരസ്കാര സമർപ്പണം. ബദ്രീനാഥ് റാവൽജി ബ്രഹ്മശ്രീ അമർനാഥ് നമ്പൂതിരി പുരസ്കാര ജേതാവ് കഥകളി ചെണ്ട കലാകാരൻ കുറൂർ വാസുദേവൻ നമ്പൂതിരിക്ക് സമർപ്പിക്കും. 9 മണിക്ക് കഥകളി. ഫെബ്രുവരി 6-ന് രാവിലെ പ്രതിഷ്ഠാദിനം, വിശേഷാൽ പൂജകളും കലശാഭിഷേകവും. രാത്രി 8 മണിക്ക് ഇരട്ടത്തായമ്പക, തുടർന്ന് നൃത്തവിരുന്ന്. ഫെബ്രുവരി 7-ന് രാത്രി 9:30-ന് തിരുമുൽ കാഴ്ച. ഫെബ്രുവരി 8-ന് രാത്രി 8 മണിക്ക് തായമ്പക, തുടർന്ന് മെഗാ മ്യൂസിക്കൽ ലൈവ്. ഫെബ്രുവരി 10-ന് രാവിലെ ക്ഷേത്രച്ചിറയിൽ ആറാട്ട്, ഉച്ചയ്ക്ക് 12:30-ന് ആറാട്ടു സദ്യ. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പിലാത്രയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടച്ചേരി കൃഷ്ണൻ, CN വേണുഗോപാലൻ നമ്പ്യാർ, വാരണക്കോട്ട് ഹരികൃഷ്ണൻ നമ്പൂതിരി, CP ബീന, SA രാജഗോപാലൻ, C കുഞ്ഞിരാമൻ, KV ഗോകുലാനന്ദൻ, പത്മനാഭൻ പുതിയടത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഡോക്ടർ അനുപമ ബാലകൃഷ്ണന്റെ ആദ്യ കഥാസമാഹാരം അസർബൈജാനിലെ പൂച്ച പ്രകാശനം സാർക്കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ MLA പുസ്തക പ്രകാശനം നിർവഹിച്ചു. AKGയുടെ മകൾ ലൈല കരുണാകരൻ പുസ്തകം ഏറ്റുവാങ്ങി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ MLA പുസ്തക പ്രകാശനം നിർവഹിച്ചു. AKGയുടെ മകൾ ലൈല കരുണാകരൻ പുസ്തകം ഏറ്റുവാങ്ങി. അസർബൈജാനിലെ പൂച്ച എന്ന ഈ പുസ്തകം ഡോക്ടർ അനുപമ ബാലകൃഷ്ണൻ തയ്യാറാക്കിയ, പലപ്പോഴായി അവാർഡുകൾ ഉൾപ്പെടെ വാങ്ങിയ ചെറുകഥകൾ ചേർത്തെഴുതിയ ഈ പുസ്തകം വ്യതിരിക്തമായ ഒന്നാണ് എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തിയാൽ അതിന് വലിയ ഗൗരവമുണ്ടാവും. കാരണം ഞാനാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. പ്രത്യേകിച്ച് അനുപമ ബാലകൃഷ്ണൻ്റെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം. പക്ഷേ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും M. വിജിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് TP വേണുഗോപാലൻ പുസ്തകം പരിചയപ്പെടുത്തി. മുൻ MP P. കരുണാകരൻ മുഖ്യാതിഥിയായി. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ M. സത്യൻ ആദ്യ വിൽപ്പന നടത്തി. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ, പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുമ്പായി, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീധരൻ, കൈരളി ബുക്സ് എഡിറ്റർ AV പവിത്രൻ, അഡ്വക്കേറ്റ് സീന ഭാസ്കർ, കവയിത്രി രജനി വെള്ളോറ, നിരഞ്ജന ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അനുപമ ബാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. TK ദിവാകരൻ, CV സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ടും തൊട്ടറിഞ്ഞും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ ബോധ്യപ്പെടുത്താവുന്ന 2 ദിവസത്തെ പരിസ്ഥിതി ക്യാമ്പിന് ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹകരണത്തോടെ ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൈവ വൈവിധ്യ ക്ലബ്ബായ തെളിനീർ ഹരിതസേനയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വ്യത്യസ്തങ്ങളായ 8 വിഷയങ്ങളിൽ ക്ലാസുകളും പരിസ്ഥിതി പ്രവർത്തനങ്ങളും നടക്കുന്ന തരത്തിലാണ് ക്യാമ്പിന്റെ ക്രമീകരണം. തടിയൻ കൊവ്വൽ വയലിൽ തുമ്പി നിരീക്ഷണം, കൊവ്വൽ വലിയ വീട്ടിൽ ക്ലാസ്, ഉദിനൂർ കൂലോംകാവിൽ പക്ഷി നിരീക്ഷണം, കായലോരത്ത് കണ്ടൽ നടിയിൽ
ഊർജ്ജ സംരക്ഷണ സൈക്കിൾ റാലി തുടങ്ങി വ്യത്യസ്തമായ ക്ലാസുകളാണ് ക്യാമ്പിൽ നൽകുന്നത്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹകരണത്തോടെ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൈവ വൈവിധ്യ ക്ലബ്ബായ തെളിനീർ ഹരിതസേനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജൈവോത്സവം ദ്വിദിന പരിസ്ഥിതി ക്യാമ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ സെറീന സലാം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ക്ലബിന്റെ ഭാഗമായും വിവിധ സംഘടനകളുടെ ഭാഗമായൊക്കെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ വീടിനകത്ത് ആ പ്രവർത്തനം ഏറ്റെടുക്കാറുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു NSS ആയിക്കോട്ടെ മറ്റേത് സ്കൂളിനകത്തുള്ള വിവിധ സന്നദ്ധ സേവന പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അത് ജീവിതത്തിലും നമുക്ക് ചുറ്റിലും ഈ ലോകത്തും സമൂഹത്തും എന്ത് മാറ്റമാണ് വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്കൂൾ PTA പ്രസിഡന്റ് കെ വിനോദ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായ ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ DYSPയുമായ ഡോക്ടർ വി ബാലകൃഷ്ണൻ ഗാഡ്ഗിലും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പരിസ്ഥിതി ക്ലബ്ബ് തയ്യാറാക്കിയ പൂമ്പാറ്റ പക്ഷി ഫോട്ടോ പ്രദർശനം EV ജയകൃഷ്ണൻ പ്രകാശനം ചെയ്തു. KP മനോജ് ക്യാമ്പ് വിശദീകരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ PV ലീന, ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ VM വിമല, പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ P ഷീബ എന്നിവർ പ്രസംഗിച്ചു. ജൈവ വൈവിധ്യ ബോർഡ് അംഗം KA മുഹമ്മദ് ഹനീഷ് തടിയൻ കൊവ്വൽ വയലിൽ തുമ്പി നിരീക്ഷണത്തിന് നേതൃത്വം നൽകി. ഊർജ്ജ സംരക്ഷണം എന്ന വിഷയത്തിൽ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K സഹജൻ, കണ്ടൽ നടിയിൽ ക്ലാസ് പരിസ്ഥിതി പ്രവർത്തകൻ P വേണുഗോപാലൻ എന്നിവർ ആദ്യ ദിവസത്തെ ക്ലാസുകൾ എടുത്തു. സ്കൂളിലെ 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന 75 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വടശ്ശേരി ഊറ്റിത്തടം ശ്രീകൃഷ്ണ മുതലും ക്ഷേത്രത്തിൽ തിടമ്പ് നൃത്തം അരങ്ങേറി. നിരവധി ഭക്തജനങ്ങളാണ് തിടമ്പ് നൃത്തം കാണാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. വടശ്ശേരി ഊറ്റിത്തടം ശ്രീകൃഷ്ണ മതിലും ക്ഷേത്രത്തിൽ തിടമ്പ് നൃത്തം അരങ്ങേറി. പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ചാണ് തിടമ്പ് നൃത്തം നടന്നത്. പുതുമന ഹരികൃഷ്ണൻ നമ്പൂതിരിയാണ് തിടമ്പ് നൃത്തം ചെയ്തത്. നിരവധി ഭക്തജനങ്ങളാണ് തിടമ്പ് നൃത്തം കാണാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. തുടർന്ന് നൃത്തസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പരിപാടിയുടെ കല്യാശ്ശേരി മണ്ഡലം തല ഉദ്ഘാടനം മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പരിപാടിയുടെ കല്യാശ്ശേരി മണ്ഡലം തല ഉദ്ഘാടനം മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ M വിജിൻ MLA നിർവഹിച്ചു. ലഹരിയോട് നോ എന്ന് പറയാൻ ജീവിതത്തിൽ ഈ നിമിഷം വരെ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള നിമിഷത്തിൽ അത് സാധിക്കും എന്ന അഭിമാനത്തോടുകൂടി ഞാൻ പറയും. അത് ഞാൻ വലിയ ക്രെഡിറ്റ് ആയിട്ടുള്ള, അത് ഒരു തരത്തിൽ എൻ്റെ ക്രെഡിറ്റാണ് ഇല്ലേ, ഒരു തരത്തിൽ എൻ്റെ ക്രെഡിറ്റ് ആയിട്ടാണ് എനിക്ക് പറയാൻ പറ്റും. നിങ്ങളോട് ലഹരിക്കെതിരായി പ്രസംഗിക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ നിങ്ങളോട് പറയാൻ പറ്റും, എൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും. പക്ഷേ എനിക്കെവിടെ മാറിയേണ്ടി വന്നിട്ടില്ല. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ബബിത കുമാരി അധ്യക്ഷത വഹിച്ചു. NDPS നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസിന് അഡ്വക്കേറ്റ് ധനലക്ഷ്മി AK-യും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് പ്രിവന്റീവ് ഓഫീസർ സമീർ KK-യും നേതൃത്വം നൽകി. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത, കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ഓമന പങ്കൻ, പ്രിൻസിപ്പൽ ഷീജ P, കണ്ണൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷാജി K, പാപ്പിനിശ്ശേരി എക്സൈസ് സർക്കിൾ റേഞ്ച് ഇൻസ്പെക്ടർ ജസീർ അലി EY എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എരമം കണ്ണാപ്പള്ളി പൊയിൽ വായനശാല ഗ്രന്ഥാലയം സ്വാതന്ത്ര്യം നമ്മുടെ അഭിമാനമാണ്, ഇന്ത്യ നമ്മുടെ സ്വത്വമാണ് എന്ന ആശയമുയർത്തി റിപ്പബ്ലിക് സദസ്സ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അക്ഷര കരോൾ നടത്തി. നിരവധി പേർ പങ്കെടുത്തു. എരമം കണ്ണാപ്പള്ളിപ്പൊയിൽ വായനശാല ഗ്രന്ഥാലയം
സ്വാതന്ത്ര്യം നമ്മുടെ അഭിമാനമാണ്, ഇന്ത്യ നമ്മുടെ സ്വത്വമാണ് എന്ന ആശയമുയർത്തി റിപ്പബ്ലിക് സദസ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അക്ഷരകരോൾ നടത്തി. 2026 ജനുവരി 26 മുതൽ ഫെബ്രുവരി 22 വരെ ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തും. സംഘാടക സമിതി രൂപീകരണത്തിന്റെയും പ്രഭാഷണത്തിന്റെയും വിളംബരം അറിയിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വായനശാല പ്രസിഡന്റ് MP ഗിരീഷ്, സെക്രട്ടറി CPK ജയൻ എന്നിവർ നേതൃത്വം നൽകി. വായനശാല കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.